മൈൻഡ് ഫ്രഷ് ആക്കാനൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കും. രസമാണ്. ചെക്കന്മാരുണ്ടായത് കൊണ്ട് അടിപൊളിയാണ്. അതെ, മലയാളീസ് ഉണ്ട്. ഒരു 20 ആൾക്കാർ മലയാളീസ് ഉണ്ട്. ടോട്ടൽ സ്ട്രെങ്ത് വെച്ചാൽ 40 ആൾ മലയാളീസ് ഉണ്ട്. 20 ആള് മലയാളീസ് ആണ്. അപ്പൊ CUT അത്ര എഴുതിയിട്ട് ഇതൊക്കെ പോകുന്നതില്ലേ? അതെ അതെ. സീനിയേഴ്സ് ജൂനിയേഴ്സ് ഇല്ല, ബ്രദർ ഫീൽ ആണ് ഇവിടെ. അത് ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമ്മൾ എത്രയോ ദൂരെ നാട്ടിൽ നിന്ന് ദൂരെ പോയി നിൽക്കുകയാണ്, അവിടെ നമ്മൾ റാഗിങ് ഒക്കെ അങ്ങനെ ഒന്നും ഇല്ല അവിടെ. ഇല്ല, അതാണ് അവിടെ ചെങ്ങായി വൈബ്. ഇതിനെപ്പറ്റി അറിയാൻ തന്നെ കഴിഞ്ഞത് ഈ ജൂബിറ്റ്സിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പം എന്നെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ പ്രിപ്പറേഷൻ സമയത്ത് ഇപ്പം എന്താണ് പോണ്ടിച്ചേരിനെ കുറിച്ച് പറയാനുള്ളത്? ആൾക്കാർ പോണ്ടിച്ചേരി പോയിട്ടില്ല, 2 മാസം പോണ്ടിച്ചേരി ആയിപ്പോ. BBA ഓണേഴ്സ് ഡിഗ്രി, പുതിയ കൂട്ടുകാർ, പുതിയ കോഴ്സ്, എന്താണ് മൊത്തത്തിലുള്ള അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ? 204 അതിൽ, അപ്പൊ അതിൽ ടോപ്പായിരുന്നു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എഡ്യൂപ്ലിസ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രൗഡായിട്ടുള്ള ഒരു സെഷനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് മർസീനാണ്. ഞാൻ മർസീൻ ഇപ്പം മീക്കോ കഫേയിലാണ്. ഇന്ന് ഞങ്ങളുടെ സക്സസ് സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അഥവാ ഞങ്ങളിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ആദ്യത്തെ സക്സസ് സ്റ്റോറീസ് ആണെന്ന് പറയാനുള്ളത്. എൻ്റെ കൂടെയുള്ളത് മർസീനാണ്. കോഴിക്കോട് വാടിക്കൽ പ്രദേശത്തു നിന്നാണ് മർസീൻ വരുന്നത്. കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ട് CUET എൻട്രൻസ് എക്സാം എഴുതി BBA പ്രോഗ്രാമിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയിൽ, അഥവാ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ് മർസീന്. ഇപ്പം മർസീന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മർസീൻ. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങളുമായിട്ട് മർസീൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ മർസീൻ, എന്തൊക്കെ മർസീൻ്റെ വിശേഷം? സുഖന്നല്ലേ? സുഖം. എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്? ഇപ്പം നമ്മളിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പോണ്ടിച്ചേരി പോയിട്ടിപ്പം 2 മാസമൊക്കെ ആയല്ലോ. എന്താണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ പോയത് കൊണ്ട് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റി. പുതിയ ചുറ്റുപാട്, പുതിയ ചങ്ങായിമാര്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ടാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്ത് പോകുന്ന എക്സ്പീരിയൻസ്? ഓക്കെ, ഇങ്ങനെ ട്രിപ്പായിട്ടൊക്കെ മുമ്പ് പോയിണ്ടാവും. അതെ. അപ്പം എന്താണ് പോണ്ടിച്ചേരിനെ കുറിച്ച് പറയാനുള്ളത്? ആൾക്കാർ പോണ്ടിച്ചേരി പോയിട്ടില്ല, 2 മാസം പോണ്ടിച്ചേരി ആയിപ്പോൾ. BBA ഓണേഴ്സ് ഡിഗ്രി, പുതിയ കൂട്ടുകാർ, പുതിയ കോഴ്സ്, എന്താണ് മൊത്തത്തിലുള്ള അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ? ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ക്യാമ്പസാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് നല്ല ആസ്വദിക്കാൻ കഴിയും. അതെ. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഓക്കെയാണ്. എങ്ങനെയാ ക്ലാസ്സിലൊക്കെ വരുന്നത്? ഫുള്ള് മലയാളീസ് ആണോ അല്ലെ പുറത്തുള്ള ആളുകളാണോ? മലയാളീസ് ഉണ്ട്, പുറത്തുള്ള ആൾക്കാരുണ്ട്. BBA ആണല്ലോ പ്രോഗ്രാം. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിനെ കുറിച്ച് ഫുള്ള് മലയാളീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ മലയാളി വൈബ് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ? മലയാളി വൈബ് വെച്ചാൽ അടിപൊളിയാണ് സംഭവം. ഒരുപാട് പരിപാടികളുണ്ട്. മലയാളീസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് പരിപാടികൾ ഒരു മോശമില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സാധാരണ നമ്മൾ ഇവിടുന്ന് പഠിക്കുമ്പം റാഗിങ് കാര്യങ്ങൾ ഒരു മനസ്സിലായല്ലോ. അവിടുന്ന് സീനിയേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ എന്താടാ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും എന്താണ് ഇവിടെ നിൽക്കുന്നത്, എന്താ ചായ കുടിച്ചാലോ, അങ്ങനെയൊക്കെ പറയും. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ ചായ കുടിക്കാനൊക്കെ. നമ്മളൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓല വിളിച്ചാൽ മതി, ഹെൽപ്പ് ചെയ്യും, ഓല് വരും. അങ്ങനത്തെ ഇത് കേക്ക് ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാണ്. ഞാൻ കേരളയിലാണ്. കേരളയിൽ ഞങ്ങൾക്ക് ഇതില്ല, ഡിഗ്രി ഇല്ല. അപ്പം പോണ്ടിച്ചേരി ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ട്. ഓൾമോസ്റ്റ് മലയാളീസ് ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാ അവിടുത്തെ ഒരു ദിവസം എങ്ങനെയാ നമുക്ക് പറയാനാവും? ഇപ്പൊ രാവിലെ എനിക്കും എന്നിട്ട് ഒന്ന് ഫ്രഷ് ആവും. പിന്നെ ഒരു 9:00 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രഷ് ആയി ഒരു 9 മണിയാകുമ്പോഴേക്ക് മെസ്സൊക്കെ ചെല്ലും. ഫുഡൊക്കെ കഴിച്ച്. ഓക്കെ, മെസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മെസ്സിന്റെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ? ഫുഡ് ഓക്കെയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഇവിടേക്ക് എത്തില്ലല്ലോ എന്തായാലും. അതെ, കേരളത്തിലെ ഫുഡ് എന്തായാലും കിട്ടൂല. എന്തായാലും ഫുഡ് ഓക്കെ ആണ്. അതിലേക്ക് അഡാപ്റ്റ് ആവും. മർസീന്റെ എങ്ങനെ അഡാപ്റ്റിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ? അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഫുഡിൻ്റെ. ഓക്കെ, ഞാന് കേരളയിൽ പോയപ്പോ ആദ്യമൊക്കെ എന്താണ്, ഇപ്പൊ കേരളയിലായിട്ട് പോലും ഒരു ഹോസ്റ്റൽ ഫുഡിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പം സ്പെഷ്യലുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് അടുത്ത സ്പെഷ്യൽ? ചിക്കൻ തന്നെ. നമ്മളെ ബിരിയാണി മന്തിയോ കിട്ടോ? പുറത്ത് കിട്ടും. അതെ, പുറത്ത് കിട്ടും. പിന്നെ നിങ്ങൾ കഴിക്കാൻ പോലുണ്ടോ പുറത്ത്? കഴിക്കാറുണ്ട്.
ഓക്കെ. എങ്ങനെ ചെക്കന്മാരായിട്ട്? ചെക്കന്മാരൊക്കെ അടിപൊളിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കാനൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കും. രസമാണ്. ചെക്കന്മാരുണ്ടായതുകൊണ്ട് അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ മെസ്സിലേക്ക് എത്തി. രാവിലെ മെസ്സിൽ ഫുഡ് ഉണ്ടാവും. മെസ്സ് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിൽ പോകും. ഇപ്പം ബസ് ഉണ്ടാവും, പിന്നെ അല്ലെ ലിഫ്റ്റ് അടിക്കും, അല്ലെങ്കിൽ നമ്മൾ നടക്കും. ഈ മെസ് ഹോസ്റ്റലും ക്ലാസ്സും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എങ്ങനെ ദൂരം അങ്ങനെ ഉണ്ടോ? കുറച്ച് ദൂരം. ഹോസ്റ്റൽ പോയിട്ട് ദൂരമുണ്ട്, ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഇത് ഫുള്ളൊരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണോ? അതെ അതെ, ഒരു ഗേറ്റിന്റെ ഉള്ളിലാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പം ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാണെങ്കിലും യൂണിവേഴ്സിറ്റി ഉള്ളിൽ കൂടി നമ്മൾ പോവാ. ഫുള്ള് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാം. രാവിലത്തെ ആ ഒരു ഇതൊക്കെ എങ്ങനെയാണ്? ഫ്രഷ് ഫീലാണ് നമുക്ക്. ഫ്രഷ് ഫീൽ. പോണ്ടിച്ചേരിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളുടെ ഒക്കെ ഇതെന്ന് ഞങ്ങൾ കേൾക്കല്. അങ്ങനെ ആണോ അവിടുത്തെ? അതെ. അപ്പൊ പിന്നെ ക്ലാസ്സിലെത്തിയിട്ടുള്ള കാര്യങ്ങള്? ക്ലാസ്സിലെത്തിയിട്ട് സാറ് വരും, ക്ലാസ് എടുക്കും, പിന്നെ 2 ക്ലാസ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടാവും, പിന്നെ അതിനുശേഷം ക്ലാസ് ഉണ്ടാവും. പിന്നെ ഇപ്പോഴാണ് തുടക്കത്തിലായതുകൊണ്ട് ഒരു ഉച്ച വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞ ക്ലാസ് ഉണ്ടാവും, ഒരു ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്ങനെ ഈ പ്രൊഫസർമാരൊക്കെ ഫുൾ ഇംഗ്ലീഷിലാണ് ക്ലാസ്? അതെ, ഇംഗ്ലീഷിൽ തന്നെ. അത് ഭയങ്കര സുഖമല്ലേ ശരിക്കും? അതെ അതെ. നമുക്കിപ്പോ ക്ലാസ്സിൽ ഇപ്പൊ മൊത്തം ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ എടുക്കണം. അതെ, തുടക്കം ഞാനും ഇതേപോലത്തെ അവസ്ഥയിലായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പം തുടക്കത്തിൽ ആദ്യമൊക്കെ പ്രൊഫസർമാർ ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും. പക്ഷെ നമുക്ക് എന്താവില്ല, ഫസ്റ്റ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ട്രാക്കിലായിട്ട് കയറിയപ്പോൾ പിന്നെ നമ്മൾ തന്നെ അതുമായിട്ട് ഇതാവുകയും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും തുടങ്ങും. അതാണ് എനിക്ക് കിട്ടിയൊരു വലിയ ബെനിഫിറ്റ്. മർസീൻ ഇപ്പൊ അങ്ങനെ അതിനായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഫാക്കൽറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയും, തെറ്റാണെങ്കിൽ കറക്റ്റ് ആക്കി തരും. അങ്ങനെ ഒരുപാട് കളിയാക്കില്ല. തന്നെ നമ്മൾ ഓരോരുത്തരെയും പ്രോഗ്രസ് വേണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും. ഫാക്കൽറ്റികളൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. എങ്ങനെ ഒരു ക്ലാസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റികളെ കുറിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? ഫാക്കൽറ്റി അടിപൊളിയാണ്, ക്ലാസ് എടുക്കും, അതേപടി ചോദിക്കും. പിന്നെ കയറിയ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇന്റേണൽസ് വെച്ച്. ഓക്കെ. എങ്ങനെ ഇന്റേണൽസ് ഒക്കെ വരുന്ന അസൈൻമെന്റ് അങ്ങനെ കാണാം? പ്രോജക്ട് വർക്ക് ഇതുണ്ടോ? PPT പ്രസന്റേഷൻ ഉണ്ടോ? PPT പ്രസന്റേഷൻ. ഓക്കെ. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഇത്രത്തോളം അക്കാഡമിക് ലെവലിലേക്ക് നമ്മൾ മാറുമല്ലോ. ഇപ്പോൾ അവിടെ ആ ഒരു ലെവലിലേക്ക് മാറാനായി തോന്നുന്നു. അത് ഭയങ്കര എഫക്റ്റ് ആയോ? എന്താണ് ഇപ്പോൾ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഫസർമാർ PDF ഇട്ടുതരും, നമ്മളത് വെച്ച് നമ്മൾ പഠിക്കും, ക്ലാസ് എടുക്കും. അതേപോലെ നമ്മൾ ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ വാട്സപ്പിൽ ഓൺലൈൻ വഴിയാണ് മെയിനായിട്ട് ഫുള്ള് ഫോൺ പരമായിട്ടാണ്. പിന്നെ PPT പ്രസൻറ്റേഷൻ ഉണ്ടാവും, പിന്നെ അസൈൻമെൻറ്റ്സ് എന്തായാലും ഉണ്ടാകുമല്ലോ. പിന്നെ എങ്ങനെ ഈ ഒരുപാട് റീഡിങ്സിന് കാര്യങ്ങൾക്കും അവർ ഇമെയിൽ വഴി നമുക്ക് അയച്ചു തരും കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫർദർ ഇഷ്ടമുള്ള സ്റ്റഡീസ് ഒക്കെ അതിൽ വരും. ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റികൾ അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റിയ പേരുകളൊക്കെ ഉണ്ടോ ഫാക്കൽറ്റികളെ? ആയിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞാലല്ലേ മനസ്സിലാവും. കയറിയിട്ടേ ഉള്ളൂ അല്ലേ ഇപ്പം? ഓക്കെ. ഫാക്കൽറ്റികൾ മലയാളികളുണ്ടോ? ഞങ്ങൾക്കില്ല, ഇല്ല, അതർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ പിന്നെ ക്ലാസ്സിൽ എങ്ങനെയാണ്? മലയാളീസ് ഒക്കെ ആണോ കൂടുതൽ? അതെ, മലയാളീസ് ഉണ്ട്. ഒരു 20 ആൾക്കാർ മലയാളീസ് ഉണ്ട്. ടോട്ടൽ സ്ട്രെങ്ത് വെച്ചാൽ 40 ആൾ. BBA ഒക്കെ മലയാളീസ് തന്നെ. 20 ആൾ മലയാളീസ് ഉണ്ട്. മലയാളീസ് ആണോ അപ്പൊ CUT അത്ര എഴുതിയിട്ട് ഇതൊക്കെ പോകുന്നതില്ലേ? ഓക്കെ. പോണ്ടിച്ചേരി മെയിൻ ആയിട്ട് മലയാളികൾ തന്നെയാണ്. ഓക്കെ. മലയാളീസ് ആണ് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇപ്പം അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വൈകുന്നേരം? പിന്നെയുള്ള പരിപാടി വെച്ചാല് ഹോസ്റ്റലിൽ പോകുന്ന ഫ്രഷ് ആവും, പിന്നെ വൈകുന്നേരം കളിക്കാൻ പോകും. പോണ്ടിച്ചേരിന്റെ ഞാൻ കേട്ടിരിക്കാൻ ഫുൾ ടൂർണമെന്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പം തുടങ്ങി ടൂർണമെന്റ് ഒക്കെ ആയിരിക്കും. എന്താ അവസ്ഥ? ഇപ്പൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. വന്നപാട് ഒരു ബാഡ്മിന്റന്റെ ടൂർണമെന്റ് ഉണ്ടായിരുന്നു കേട്ടു. അതിനൊന്നും പോകാൻ കഴിയില്ല, എല്ലാം അറിയണല്ലോ. അതെ, നമ്മളായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. നമ്മൾ ആ ഫ്ലോയിലേക്ക് ഇങ്ങനെ കയറണം. പക്ഷെ നമുക്ക് ഫ്ലോ കഴിഞ്ഞ് നമുക്ക് അടുത്ത വർഷം കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാവും. ഓക്കെ. പിന്നെ അവിടെ ഭയങ്കര പൊളിറ്റിക്കലി നല്ല പരിപാടികൾ നടക്കുന്ന MSF ആണെങ്കിൽ SFI അങ്ങനെ ഓരോ പാർട്ടികളാണെങ്കിലും എങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടോ ഓരോ ടീമിന്റെയും? ഞാനങ്ങനെ പൊളിറ്റിക്കലി ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാറില്ല. ഓ ആയിക്കോട്ടെ. പരിപാടി നടക്കലുണ്ട്. കേൾക്കാം, ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. അവിടെ പരിപാടി ഉണ്ട് അല്ലേ? ഓക്കെ. ഇതായിക്കോട്ടെ. ഇങ്ങനെ ഭയങ്കര നമ്മൾ ന്യൂസുകളിലൊക്കെ നമ്മൾ അവിടുത്തെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഓക്കെ. പിന്നെ അപ്പം കളി കഴിക്കില്ലേ വൈകുന്നേരം? ഓക്കെ. കളി എന്താ ഇഷ്ടപ്പെട്ടത്? ക്രിക്കറ്റോ ഫുട്ബോളോ? ഫുട്ബോൾ തന്നെ. ഓക്കെ. അവിടെ മെയിനായിട്ട് ഫുട്ബോൾ ആണെങ്കിലേ? ഓക്കെ.
അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഹോസ്റ്റലിലേക്ക് തിരിച്ചു ഫ്രഷ് ആയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഓ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു വാക്കിനൊക്കെ പോയി. വായിക്കാനൊക്കെ പോകും. പിന്നെ വായിക്കാനുണ്ടെങ്കിൽ വായിക്കും. വായിക്കാൻ നമ്മള് തന്നെ ഒരു രാത്രിയാണ് നമ്മളൊരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കാൻ ഇറങ്ങല്ലേ യൂണിവേഴ്സിറ്റി കൂടെ. ആ നടത്തത്തിന് ഭയങ്കര ഫീൽ അല്ലേ? അതെ അതെ. എങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവോ? എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ക്ലാസ്സിലുള്ള എന്നല്ല, അതർ ഡിപ്പാർട്ട്മെന്റിലുള്ള ചങ്ങായിമാരും ഒക്കെ ഉണ്ടാവും. നമ്മളെ ക്ലാസ്സിലുള്ള നമ്മളെന്തായാലും കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഈ ശരിക്കും യൂണിവേഴ്സിറ്റി ലൈഫ് പറഞ്ഞാൽ ഈ നടത്തവും ഈ വർത്താനവും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പോണ്ടിച്ചേരി വെച്ചാൽ നൈറ്റ് ലൈഫ് ആണ് മെയിനായിട്ട്. നൈറ്റ് ലൈഫ്. ഓക്കെ. ഈ വർത്താനത്തിലാണ് നമുക്ക് പുതിയ ആശയങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ളവരെ കുറിച്ച് പഠിക്കാനും. അത് മൊത്തം മലയാളീസ് ഒന്നും ആയിരിക്കില്ല അല്ലേ? അല്ല ഇല്ല, എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോട് സംസാരിക്കൊക്കെ ഇംഗ്ലീഷിൽ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ മർസീന് ഒരു നമ്മളല്ലാത്ത ആൾക്കാരെ തന്നാ ഡീൽ ചെയ്യാനോ ഫുള്ള്? ഏകദേശം. ഓക്കെ. പിന്നെ അങ്ങനെയാണ് അന്നപ്പോ ലൈബ്രറിയിലൊക്കെ പോകണ്ടേ? അതിന്റെ ലൈബ്രറിന്റെ ഒക്കെ അവസ്ഥ അടിപൊളിയാണോ? അതെ, രാത്രി വരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. 12 മണി വരെ അങ്ങനെ ഉള്ളൂ തോന്നുന്നു. റീഡിംഗ് റൂം ഫുൾ ഉണ്ട്. റീഡിംഗ് റൂം ഫുൾ ടൈം 24 hours ഫുൾ ടൈം ഉണ്ട്. ഓക്കെ. അവിടെ ഫുള്ള് കുട്ടികളാണോ റീഡിംഗ് റൂമിലൊക്കെ? അല്ലേ, ഒരുപാട് പഠിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ആളല്ലെങ്കിൽ അവിടെ പോയി ചുറ്റുള്ള ആൾക്കാരും പഠിക്കുന്ന ആൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അതിലേക്കാട്ടി ഇരിക്കാനൊക്കെ പോകുന്നു, വായിക്കാനും ഒക്കെ. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി തോന്നി അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും പഠിക്കുന്ന നമുക്ക് നമ്മൾ പഠിച്ചു. അതെ അതെ. അപ്പോ പിന്നെ രാത്രി ഒരു 9. പിന്നെ ഹോസ്റ്റൽ എങ്ങനെയാ? അടിപൊളിയാണ്. ഫുൾ ഓണാണോ ഹോസ്റ്റൽ? ഫുൾ ഓണാണ്. ഞങ്ങള് ഫസ്റ്റ് ഇയേഴ്സ് വെച്ചാല് ഇപ്പൊ PG ഫസ്റ്റ് ഇയേഴ്സും UG ഫസ്റ്റ് ഇയേഴ്സും ഒരു ബിൽഡിങ്ങിലായിരുന്നു. MBA കാരും. അപ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ PG കാരാണെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, അങ്ങനെ ഷെയർ ചെയ്യും, ഫുഡൊക്കെ ഉണ്ടെങ്കിലും ഷെയർ ആക്കും. ഓക്കെ. ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ഭയങ്കര സപ്പോർട്ടാ. സീനിയേഴ്സ് ജൂനിയേഴ്സ് ഇല്ല, ബ്രദർ. അതെ, ബ്രദർ ഫീൽ ആണ് ഇവിടെ. അത് നമ്മളിപ്പോ അങ്ങനത്തെ ഇപ്പൊ നമ്മൾ എത്രയോ ദൂരെ നാട്ടിൽ നിന്ന് ദൂരെ പോയി നിൽക്കുകയാണ്, അവിടെ നമ്മൾ റാഗിങ് ഒക്കെ അങ്ങനെ ഒന്നും ഇല്ല അവിടെ. ഇല്ല, അതാണ് അവിടുത്തെ ചെങ്ങായി വൈബ്. എന്നാ പോണ്ടിച്ചേരിനെ കുറിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമായിട്ട് അത് ആ ഒരു പോണ്ടിച്ചേരി നമ്മളെ കൊണ്ടടക്കുന്ന ആ ഒരു നമ്മൾ മലയാളീസ് എന്നല്ല, അവിടെ ഒരു ഒത്തൊരുമയായിട്ട് ഹെൽപ്പാണ്. ഇപ്പൊ നമ്മളൊക്കെ ഞാൻ +2 കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും ഇതാണ്, എന്നിട്ട് പോലും നമ്മൾ അത്രയും കൺസിഡർ ചെയ്ത് വരികയാണ്. ഭയങ്കര സന്തോഷം, കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ. പിന്നെ ഹോസ്റ്റല് എന്താ ഹോസ്റ്റലിൽ അങ്ങനെ എന്തെങ്കിലും കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? കളിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. മറ്റേ ക്യാരം ബോർഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചത്. ഓക്കെ.